ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് വേക്കിൽ നിന്ന് പറയുമായിരുന്നു, നിനക്ക് എപ്പോഴും ഇതേ ഉള്ളൂ, എപ്പോഴും ഇൻട്രോ പറയുമ്പോൾ സൺഡേ വ്ളോഗാണ്, ഇന്ന് കുക്കിംഗ് ആണ്, നിനക്ക് ഇന്ന് കിച്ചൺ മാത്രമേ ഉള്ളൂ എന്നാണ് ചോദ്യം. പക്ഷെ എനിക്ക് വേറെ ഒന്നുമില്ല, ഇവിടെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പുള്ളിക്കാരൻ അറിയത്തില്ലല്ലോ. അറിയത്തില്ല, അറിയാം, എന്നിട്ട് പറയുന്നതാണ്. എന്താ ആവർത്തന വിരസതയാണ് പോലും എന്റെ വ്ളോഗ്. പക്ഷെ എനിക്കറിയാം, എനിക്ക് ചെയ്യാൻ ഇതേ ഉള്ളൂ, അപ്പൊ നമുക്കിത് ചെയ്തേ പറ്റൂ. അപ്പൊ ഇന്നത്തെ കുക്കിംഗ്, പിന്നെ എനിക്കൊന്ന് സ്പാ ചെയ്യാൻ പോകണമെന്നാണ് എന്റെ പ്ലാൻ. കാരണം താരൻ അതിപ്രസരമാണ്. താരൻ വന്ന് എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു തുടങ്ങി. എന്റെ ഭാഗ്യം ഉള്ള ഒരു നെറ്റി ഉണ്ടല്ലോ, ഭാഗ്യ നെറ്റി. മറ്റുള്ളവരെന്നെ കഷണ്ടി എന്നൊക്കെ പറയും, പക്ഷെ എനിക്കത് ഭാഗ്യം കൊണ്ടിടുന്ന നെറ്റിയാണ്, ജന്മന ഉള്ളൊരു നെറ്റി. ആ നെറ്റിയിലെ സെന്റിമീറ്റർ കുറച്ചും കൂടെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ താരൻ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് സ്പായ്ക്കും കൂടെ പോകണമെന്നാണ് പ്ലാൻ. ഇതൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ബാക്കി വിഷ്വൽസ് നമുക്ക് കണ്ടിട്ട് വരാം. ഞങ്ങളങ്ങനെ കുറച്ചു നേരം ഒരു മരത്തിന്റെ കീഴിൽ ഇരിക്കാനായിട്ട് പോവാണ്. ഇവിടെ വെട്ടം കുറവാണ്, കുറച്ച് കുറവാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കേണ്ട ഒരു സ്പോട്ടാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് കുറച്ചു നേരം ഇരിക്കാന്ന്. അപ്പൊ ആരുമില്ല. കുറച്ച് മുന്നേ ഒരാൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയിരുന്നു, എങ്ങനെയെങ്കിലും പുള്ളി റിലാക്സ് പോയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരിക്കായിരുന്നു. സൺഡേ എപ്പോഴും ചായയൊക്കെ കുടിച്ചിട്ട് ഇതിന്റെ കണ്ടോ മരം കാണിച്ചു കൊടുക്കും കേട്ടോ, മരങ്ങൾ കാണിച്ചു കൊടുക്കും. ഓ ആ പൂ കണ്ടോ, ഇവിടേക്ക് പൂ വന്നു കേട്ടോ, പൂവൊക്കെ പൊടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഇവിടെ ആരും വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന പ്രോപ്പർട്ടി പോലെ ആയിരിക്കും. ഇവിടെ കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ചില്ലടിക്കട്ടെ, ചിൽ വൈബ്. മൈക്കില്ല എന്നല്ല, മൈക്ക് എടുത്തിട്ട് ഇവിടെ വലിയ കാറ്റ് കുത്തിക്കൊണ്ട് വന്നതായിരുന്നു. പക്ഷെ ചാർജ് ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ നേരെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാനാണ് ഇഷ്ടം. മിക്കപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പം വിഷ്വൽസ് മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എല്ലാ ആഴ്ചയും ചേട്ടന് ബിരിയാണി വേണം. ബിരിയാണി വേണ്ടേ? ബിരിയാണി വേണം. ചേട്ടൻ ഒമാനിൽ നിന്ന സമയത്ത് എല്ലാ ആഴ്ചയും ബിരിയാണി ആയിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഹോളിഡേ കിട്ടുമ്പോഴത്തേനും ചേട്ടൻ അപ്പം തന്നെ ഒരു ബിരിയാണി ക്രേവിങ്സ് വരും. മിക്കപ്പോഴും ഞാൻ രണ്ടാഴ്ച മാക്സിമം രണ്ടാമത്തെ ആഴ്ച ആവട്ടെ എന്നുള്ള രീതിക്ക് ഇരിക്കും. എന്നും അങ്ങനെ ബിരിയാണി എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലോ, പക്ഷെ നല്ലതല്ലല്ലോ. അതുകൊണ്ട് അടിച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് പിന്നെ എന്തു പറ്റി ഉറക്കെ പറ. പക്ഷെ നല്ല രസമായിരിക്കും. ഇന്ന് കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ആണ് നിതീഷേണ്ട വാവ്, അല്ലേ ചൂടല്ലേ? സാധാരണ ഞായറാഴ്ച വെയില് കുറച്ച് കുറവ്, പക്ഷെ ചൂടിന് കുറവൊന്നുമില്ല. ഇനിയിപ്പം കുറയല്ലേ, അടുത്ത മാസമൊക്കെ ആകുമ്പോൾ കുറയും. ഞാൻ പറയുന്നത് അലോവേര വേണം, അലോവേര വേണം. അലോവേര ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. അത് ഫ്രിഡ്ജിൽ നിന്ന് കളഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല. പോടോ, ഇത് കണ്ടോ, ഇവിടെ കുറെ അലോവേര നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം. അലോവേര പക്ഷേ ഇത് പൊടിയടിച്ചിട്ട് ആ കളർ ഇങ്ങനെ ആയി നിൽക്കുന്നതാണ്. സത്യത്തിൽ ഇതാണ്, അത് കണ്ടോ, ഇത് അലോവേരയാണ്. അയ്യോ, അച്ഛൻ കണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇതിലൊക്കെ വെള്ളം ഒഴിച്ച് റെഡിയാക്കിയേനെ. ഞാൻ രാവിലെ തന്നെ കൊറേ മറ്റേ മസാല കപ്പലണ്ടി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ചായയും കൂടെ കുടിച്ചപ്പോ ബുംബിളിയായി, വയറ് ഫുള്ളായി. ഉണക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോ പെട്ടെന്ന് ഉണങ്ങിയത് കണ്ട. പക്ഷെ ഇങ്ങനെ എടുത്തിട്ടൂടാ. ആര് പറഞ്ഞു? ഇതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെയല്ല, നല്ല മറ്റേ പാം ജുമാറയില് പോലും അവര് ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കൽ ഇന്ത്യൻ ഫാമിലി പോലും പെട്ടെന്ന് ഉണങ്ങും. എനിക്ക് ഇങ്ങനെ എടുത്തിട്ടാ ഭയങ്കര മടിയാ. പൊടിയായിരിക്കും. ഷുഗർ ഇതെല്ലാം വാങ്ങിച്ചു കുടിക്കി. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത പണിയിലുള്ള തിരക്കിലാണ്. കുറച്ച് നാളായിട്ട് ഞങ്ങൾ കുക്കിങ്ങിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി ഇവിടെ അങ്ങ് നിൽക്കുവാണ്. പുറത്തോട്ട് ഒന്നും പോവാറില്ല, വളരെ കുറവാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, ഞങ്ങൾക്കിപ്പോൾ ഒരു മൂഡും ഇല്ല പുറത്തോട്ടൊക്കെ പോകാനായിട്ട്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോവാറുള്ളൂ കേട്ടോ. ഇപ്പൊ ആകെ കൂടി ഒരു മടിയാണ്. 1/2 കിലോ ചിക്കനും 1 കിലോ ചോറും. അത് സ്കിന്നെടുത്ത് കളഞ്ഞപ്പോ അത് 1/4 കിലോ ആയി.
നമ്മള് നെയ്യല്ലേ ഒഴിക്കണ്ടേ? എന്നോട് ചോദിക്കുന്ന നെയ്യായിരിക്കും. അന്തവും കുന്തവും ഇല്ലാത്തവനാടാ ചോദിക്കുന്നത്. നാട്ടുകാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തിന് നാട്ടുകാര് ആകെ 20 പേരെ കേൾക്കുന്നുള്ളൂ. 20 പേര് കേൾക്കുന്ന 3 ലൈക്കും 5 ഡിസ്ലൈക്ക് എല്ലാ വീഡിയോസിലും വരുന്നുണ്ട് ഇല്ലടാ. 3 ഡിസ്ലൈക്ക്. 3 ഡിസ്ലൈക്കാണ്. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവൂലടാ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂറാ 20 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റിനുള്ളിൽ പടാന്ന് 3 ഡിസ്ലൈക്ക് വരുന്നുണ്ട്. ഭഗവാനെ നല്ലത് മാത്രം നമ്മൾ കേറി വരും ഒരു നാൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ് ഡൗൺ ആയി. അല്ല അത് കുഴപ്പമില്ല, ഡൗൺ ഒന്നും ആയില്ല. പോയേ ആഴ്ചയിൽ 1 ദിവസം ഇടുന്നു. അല്ല നമ്മള് വീഡിയോ ഇടുന്ന ഇപ്പൊ ചേട്ടനെ കിട്ടണ്ടേ, ചേട്ടൻ ബിസി അല്ലേ. 8-9 മണിയാകുമ്പോ ചേട്ടൻ വരും. പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാനാണ്? അത് ഇൻസ്റ്റാഗ്രാമിന് അറിയത്തില്ലല്ലോ അവിടെ. പിന്നല്ലാതെ അത് ശരിയാ, ചേട്ടൻ വരുന്നുണ്ടോ നോക്കിയിരിക്കുന്നത്. അവർക്ക് കണ്ടന്റ് വേണം. അവർക്ക് കണ്ടന്റ്, നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം. ഞങ്ങളുടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമില് 15 ലക്ഷം പേര് കണ്ടു. വധഭീഷണി. നീ കൊല്ലത്താണോ അത് നീ ട്രിവാൻഡ്രത്ത് എവിടെ വന്നാലും നിന്നെ എന്താ വീഡിയോ നിങ്ങൾ ഫേക്ക് അടി എന്ന് കണ്ടു ചിരിച്ചു ഉപ്പാടോ. സ്ലാങ് കേട്ടിട്ടായിരിക്കും കൊല്ലാണോ ട്രിവാൻഡ്രം നിന്നെ കൊല്ലോടാ വന്നീന്ന്. എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും വിത്തിൻ 20 മിനിറ്റ്സിനകം ഞങ്ങൾക്ക് 3-4 ഡിസ്ലൈക്ക് ഉറപ്പായിട്ട് വരും. ലൈക്ക് കിട്ടിയില്ലെങ്കിലും ഡിസ്ലൈക്ക് വരും കേട്ടോ. എന്താണ് ഇത്? എനിക്കറിയാൻ വയ്യ. ഇതല്ലേ ഇപ്പം ബിരിയാണി ഇതുവരെ ഓക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ടാണ് പാളിപ്പോയത്. ഞങ്ങൾക്ക് ഈ അരിയെ കുറിച്ച് വലിയ വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം വേവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഞ്ഞി രൂപത്തിലായി പോയി. അരി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. ചിക്കനും വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചിക്കനിൽ എല്ല് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. മാംസം എല്ലാം വെന്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഉള്ളു ഫ്ലോപ്പായെങ്കിലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പൊ പിന്നെ എന്തായാലും കളയാൻ പറ്റത്തില്ലല്ലോ. ചില ദിവസം നമുക്കൊന്നും ശരിയാവത്തില്ല, ചില ദിവസം ശരിയാവും. ഇന്ന് ഞങ്ങളുടെ ശരിയാവാത്തൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ വലിയ വിഷമമൊന്നും ഇല്ല കേട്ടോ. ബിരിയാണി കൊളായ സ്ഥിതിക്ക് എനിക്ക് കഴിക്കുന്ന കാണിക്കണ്ട, കഴിച്ചിട്ട് വരാം. ഓക്കേ. അങ്ങനെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ട്. ഇത്രയും പ്രശ്നമുണ്ട്, ഭയങ്കര ഇഷ്യൂ ആണ്. ഇത്രയും പ്രശ്നമുള്ളതുകൊണ്ട് ഒന്ന് അപ്പോൾ സ്പാ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. ബിരിയാണി എന്ന് പറയുന്നത് കോളായെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് കോളായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞങ്ങൾ ബിരിയാണി കഞ്ഞിയും കുടിച്ചിട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ജീരകശാല റൈസിന് ഇത്രയും കുക്കിംഗ് ടൈം വേണ്ടെന്നുള്ളത്. അതിന്റെ ലാസ്റ്റ് കൊളായിപ്പോയി. വെന്ത് പായസം പോലെ ആയിട്ടുണ്ടായിരുന്നു. കഞ്ഞി അല്ലേ, ബിരിയാണി കഞ്ഞി, ചിക്കൻ ബിരിയാണി കഞ്ഞി, ഇത്ര തന്നെ. ഇനി ഞങ്ങൾ അവിടെ എത്തട്ടെ കേട്ടോ. ചേട്ടന് വേറെ എങ്ങാണ്ടോ പോകാനുണ്ട്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ എന്നെ പിടിച്ചൊന്ന് കുളിപ്പിച്ചെടുത്തായിരുന്നു അവര്. പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ പിടിച്ച് സ്വർണ്ണത്തലകയിൽ കാല് വെപ്പിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അല്ലല്ലോ. പെഡിക്യൂറിന് ശേഷം തല ഒന്ന് സ്റ്റീം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ബാക്കി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാർലറിൽ നിന്ന് ഇറങ്ങി. നല്ല സർവീസായിരുന്നു, നല്ല രസമുള്ള സർവീസായിരുന്നു. പെഡിക്യൂറൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഇനി ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ചേട്ടനും എത്തി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പെഡിക്യൂർ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പെഡിക്യൂർ ചെയ്ത് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഡിസ്കവറി ഗാർഡൻസ് ആണല്ലേ? സോറി, എനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. ഡിസ്കവറി ഗാർഡൻസിലാണിത്. പക്ഷെ നല്ല സർവീസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മസാജൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഉറക്കമൊക്കെ വരും. ആണുങ്ങൾക്കില്ല, ആണുങ്ങൾക്ക് ഒന്നുമില്ല, പെണ്ണുങ്ങൾക്കല്ലേ. അല്ല ഇതുപോലെ ഉണ്ടെങ്കിൽ ചേട്ടനൊന്ന് പോയി മസാജ് ചെയ്തു. നല്ല സ്ഥലം ഒന്ന് ഫ്രഷ് ആയി. 2 പ്രാവശ്യം ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചു ഹെയർ വാഷ് വേണോന്ന്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹരിപ്രസാദ് റെസ്റ്റോറന്റിലേക്കാണ് പോയത് കേട്ടോ. ദോശ വേണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി മതി. കുറെ നാളായിട്ട് ഇഡ്ഡലി, ഇടിയപ്പം ഇതൊന്നും കഴിക്കുന്നില്ല. ഇടിയപ്പം, ഇഡ്ഡലി, അപ്പം ഇത് 3 ഞാൻ കഴിക്കുന്നില്ല. ഇതുണ്ടാക്കാനുള്ള ഒരു ടൂൾസും എന്റെ കിച്ചണിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ആർത്തിയാണ്. സാമ്പാർ നല്ല ചൂടായിരുന്നു. ആർത്തി മൂത്ത് ഞാൻ എടുത്തിട്ടതാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നല്ല ചൂട് സാമ്പാർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ
സ്ഥിരം വസന്ത് ഭവനിലേക്കാണ് പോകുന്നത് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ. പക്ഷെ ഇന്ന് ഇങ്ങോട്ടാണ് വന്നത്. അത് നന്നായെന്ന് തോന്നി. അവിടുത്തെ കാലം നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടാണ് എനിക്ക് തോന്നിയതായിരിക്കും. രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് ഇനി ചായ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇരുന്നത്. പിന്നെയും എനിക്ക് കൺട്രോൾ പോയി, ഞാൻ പിന്നെയും ചായ കുടിച്ചു. ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനായിരുന്നു ചെയ്തു തന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇത് സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റും ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു കുഞ്ഞു പാർലറൊന്നല്ല, ഒരു നോർമൽ ഒരു പാർലറാണ്. അവിടെ നെയിൽ എക്സ്റ്റൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്പാ ചെയ്തു. ഇപ്പം എൻ്റെ ഹെയർ വലിയ പ്രശ്നമില്ല, ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഒരു നാട്ടിൽ പോയിട്ടൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. കുറച്ച് ഇൻഫെക്റ്റഡ് ആയ പോലെ ഒരു ഫീൽ ചെയ്ത് ഇവിടെയൊക്കെ ഹെയറൊക്കെ ഒന്ന് പോയതുപോലെ എന്നല്ല പോയി കുറേയൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് ശരിയാക്കണം. പിന്നെന്താ, ഇനിയിപ്പോൾ പുലാവ് ഉണ്ടാക്കണം നാളെ കൊണ്ടുപോകാനുള്ളത്. കാരണം നമ്മളുണ്ടാക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് തലകുത്തി കിടന്ന് ഉണ്ടാക്കിയതാണ്, നാളത്തേനും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞ്. എന്തായാലും അത് കഞ്ഞിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുലാവേ ശരണം. പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തു വിടണം നാളെ. 2 ഇഡ്ഡലിയോടുകൂടി ഞാൻ ഇവിടെ ഡിന്നർ അവസാനിപ്പിക്കുകയാണ്. ഇത് ചിലർ പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞു കളയണ്ടല്ലോ എന്ന് കരുതി കഴിക്കുന്നതാണ്. ഇത് പാരമ്പര്യമാണല്ലേ, നിങ്ങൾ കളയണ്ടെന്ന് പറഞ്ഞെല്ലാം കഴിക്കുന്നത്. പുലാവ് ഉണ്ടാക്കാം. മഷ്റൂം പുലാവ് അയ്യോ അത് വേണ്ട, കൊള്ളത്തില്ല, കഴിക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഇപ്പൊ രസമുണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നയാ. രസമുണ്ടോ? ചിക്കന്റെ അതും കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല എല്ലാം പിടിച്ച്. റൈസ് മാത്രമേ ഉള്ളൂ. റൈസ് പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ, പുതിയ റൈസ് ആയതുകൊണ്ട് അതിന്റെ വേവ്. പക്ഷെ ചേട്ടൻ റൈസ് ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആണ്. ആ ചേട്ടൻ പോലും തെറ്റിപ്പോയി. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അതെ, ബിരിയാണി ഉണ്ടാക്കാൻ നോക്കി ബട്ട് നടന്നില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ, മണിക്കൂർ കഴിഞ്ഞില്ലേ, എന്നാലും ഞാൻ എടുത്ത് കഴിച്ചില്ലേ. അതെ, വിശന്നിട്ട് ഇഡ്ഡലി കഴിക്കാന്ന് പറഞ്ഞ് ഇഡ്ഡലി കഴിച്ച് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതും കഴിച്ചു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങള് എല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ച് കഴിഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. സമയമൊക്കെ കുറച്ച് അധികമായി. അപ്പൊ നാളെ പോണമല്ലോ, അങ്ങനെ ഉറങ്ങണമല്ലോ. അപ്പൊ മറ്റൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ടാറ്റാ.